നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് FC വേഴ്സസ് ചെന്നൈയിൻ FC മത്സരമായിരുന്നു നടന്നത്. ആ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു വമ്പൻ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുകയാണ്. തുടർച്ചയായി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മൂന്നാമത്തെ പരാജയമാണ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കെല്ലാം ഇതൊരു വമ്പൻ ദുഃഖവാർത്ത തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ രണ്ടാം പകുതിയുടെ അവസാന കുറച്ച് മിനിറ്റുകൾ മാത്രം മോശം പ്രകടനം കാഴ്ചവെച്ചെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ആദ്യ പകുതിയിൽ സമനിലയിലായിരുന്നു മത്സരം അവസാനിച്ചത്. രണ്ടാം പകുതിയിൽ ചെന്നൈയിൻ FCയുടെ ഇന്ത്യൻ താരം ഒരു ഗോൾ നേടി വിജയം കരസ്ഥമാക്കി കൊടുക്കുക തന്നെയായിരുന്നു. നമുക്ക് അതിനു മുമ്പ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ ഡിമിട്രിയോസ് ഒന്നും ഫസ്റ്റ് 11-ൽ പോയിട്ട് സൈഡ് ബെഞ്ചിൽ പോലും ഇല്ലായിരുന്നു. താരത്തിന് പരിക്ക് കാരണമായിരുന്നു താരം മത്സരത്തിന് ഇറങ്ങാഞ്ഞത്. അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷിനും പരിക്ക് പറ്റി പുറത്തുപോയി കരഞ്ജിത്ത് ഇറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ മറ്റൊരു താരമായ ബ്ലാസ്റ്റേഴ്സൻ മാർക്കോ ലെസ്കോവിച്ച് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് തിരിച്ചു വന്ന് ഏതാനും നിമിഷങ്ങൾ മാത്രം കളിച്ച് താരത്തിനും പരിക്ക് പറ്റി പുറത്തു പോകുന്നത് കണ്ടിരുന്നു. എല്ലാം കൊണ്ടും ബ്ലാസ്റ്റേഴ്സിനൊരു നല്ല ദിവസമല്ലായിരുന്നു ഇന്നലത്തെ മത്സരം. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇനി FC ഗോവയുമായിട്ട് അടുത്ത ഹോം മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ ഒരു വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായ ഇവാൻ ആശാൻ പറഞ്ഞ വാക്കുകൾ ആരാധകർക്ക് സങ്കടമേകിക്കൊണ്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവാൻ ആശാൻ പറഞ്ഞത്, തുടക്കം മുതലേ ഫുൾ സ്ക്വാഡുമായി കളിക്കാൻ അവസരം ലഭിച്ചിരുന്നില്ല എന്നും കൂടുതൽ പരിക്കുകൾ ഞങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നു. പക്ഷേ ഞങ്ങൾ പൊരുതി തിരിച്ചു വരാൻ ശ്രമിക്കുമെന്നാണ് ഇവാൻ ആശാൻ ഇന്നലെ ചെന്നൈയിൻ FC മത്സരത്തിനു ശേഷം പറഞ്ഞിരിക്കുന്നത്. ആരാധകർക്ക് ഇതൊരു മികച്ചൊരു രീതിയിൽ തിരിച്ചു വരുമെന്ന് തന്നെ പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ഇവാൻ ആശാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരം FC ഗോവയ്ക്കെതിരെ ഇറങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ഒരു വമ്പൻ വിജയം തന്നെ കരസ്ഥമാക്കട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് വീഡിയോ ഇവിടെ വെച്ചിരുന്നത്. എന്തായാലും ഇവാൻ ആശാൻ പടിയിറങ്ങുന്നു എന്ന് കുറേ റൂമറുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയും മത്സരത്തിൽ തോൽവിയാണെങ്കിൽ മിക്കവാറും പടി ഇറങ്ങേണ്ടി തന്നെ വരും. അപ്പോൾ ഗൈസ്, വീഡിയോ നടത്തുന്നു. താങ്ക് യു.